പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കുറേ നാളായി നേരിട്ട് കണ്ടിട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ സേഫാണെന്ന് കരുതുന്നു. നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് കുറേ ദിവസം നമ്മൾ വീട്ടിലിരിക്കേണ്ടി വന്നു. തുടർന്ന് നമ്മൾ എക്സാം വളരെ പ്രിക്കോഷനിലൂടെ നമ്മൾ എക്സാം എഴുതി. അങ്ങനെ നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിലും നമുക്ക് സ്കൂളിൽ വന്ന് പഠിപ്പിക്കാനോ നിങ്ങൾക്ക് സ്കൂളിൽ വരാനോ ഉള്ള ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അധ്യയന വർഷത്തെ പാഠഭാഗങ്ങൾ പതുക്കെ പതുക്കെ നമുക്ക് വീഡിയോ ക്ലാസ് വഴി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയാണ് ഇങ്ങനൊരു സംരംഭം ഞാൻ തുടങ്ങാനായിട്ട് വിചാരിച്ചത്. നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്കറിയാം, അക്കൗണ്ടൻസി 2 പാർട്ടുകളാണ് ഈ വർഷം നമുക്ക് ഉള്ളത്. പാർട്ട് 1 അക്കൗണ്ടൻസിയിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സുമുള്ള ചാപ്റ്റേഴ്സാണ് കണ്ടൻ്റായിട്ട് ഉള്ളത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ അത്രയ്ക്കാണ്. പാർട്ട് 2-ൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലാണ്. അതിന് ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 2-ൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അക്കൗണ്ടിങ് വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റമാണ് പാർട്ട് 2-ൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ പാർട്ട് 1-ലെ പാഠഭാഗങ്ങൾ നമുക്ക് ആദ്യമുള്ള പാഠഭാഗം പാർട്ട് 1-ൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം നോക്കാതെ പ്രവർത്തിക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും അവരുടെ ഫണ്ട് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് നമുക്കറിയാം. പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ടിങ്ങിലെ അടിസ്ഥാനമായിട്ടുള്ള ചില ആശയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു റീകൺസ്റ്റിറ്റ്യൂഷനാണ്. അതിലാദ്യം വരുന്നത് അഡ്മിഷനാണ്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ഭാഗമാണ് ആദ്യം വരിക. അഡ്മിഷനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു പാർട്ട്ണറെ പുതിയതായിട്ട് ഒരു ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. പിന്നീട് വരുന്നതാണ് നാലാമത്തെ ചാപ്റ്ററിൽ റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേമിൽ തന്നെ ഡെത്ത് ഓർ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ വിരമിച്ചു കഴിഞ്ഞാലോ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു കഴിഞ്ഞാലോ നമ്മൾ എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം മുമ്പോട്ട് കൊണ്ടുപോവുക, അതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫൈനലി ലാസ്റ്റ് ചാപ്റ്ററായ അഞ്ചാമത്തെ ചാപ്റ്ററിൽ വരുന്നത് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ആണ്. ഡിസൊല്യൂഷൻ, ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ കമ്പനി അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ കമ്പനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവസാനിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചില പ്രൊസീജിയേഴ്സും അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സും എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു പാർട്ട് 1 അക്കൗണ്ടൻസിയിൽ ഇത്രയും കാര്യങ്ങളാണ്. പാർട്ട് 1 അക്കൗണ്ടൻസിയിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് പാർട്ട് 2 അക്കൗണ്ടൻസി എന്ന് പറയുന്നത്
ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അപ്പോൾ പാർട്ട് 1 അക്കൗണ്ടൻസിയിൽ നമുക്ക് വരുന്നത് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് പാർട്ട് 1 അക്കൗണ്ടൻസിയിൽ വരിക. പാർട്ട് 2 അക്കൗണ്ടൻസിയിൽ തിയറി പാർട്ടിൽ നിന്ന് 20 മാർക്കും പ്രാക്ടിക്കൽ പാർട്ടിൽ നിന്ന് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അങ്ങനെയായിരിക്കും നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഒരു മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് പോവാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ് വരുന്നത്. ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, അതായത് കമ്പ്യൂട്ടറിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ചില ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ അടിസ്ഥാനമായിട്ട് എന്തൊക്കെ അറിയണം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത് സ്പ്രെഡ്ഷീറ്റാണ്. അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ലിബ്ര ഓഫീസ് കാൽക്ക്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഉബുണ്ടുവിലുള്ള ഒരു ഭാഗമാണ് ലിബ്ര ഓഫീസ് കാൽക്ക്. നമ്മൾ പഴയതായിട്ട് ഫോളോ ചെയ്തിരുന്ന എക്സലിൻ്റെ ഒരു വെർഷനാണ്. അതിൽ ബേസിക്, സെൽ റെഫറൻസ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് എല്ലാം അതിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററിൽ സ്പ്രെഡ്ഷീറ്റ് 2 ലിബ്ര ഓഫീസ് കാൽക്ക് തന്നെ ഈ എക്സലിൻ്റെ അതുപോലെ തന്നെ ഈ ലിബ്ര ഓഫീസ് കാൽക്ക് ഉബുണ്ടുവിൽ ഫോളോ ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാറ്റ എൻട്രി, ടെക്സ്റ്റ് മാനേജ്മെൻറ്റ്, സെൽഫ് ഫോർമാറ്റിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നാലാമത്തെ ചാപ്റ്ററിൽ യൂസസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് അപ്ലിക്കേഷൻ. ബിസിനസ് അപ്ലിക്കേഷനിൽ നമുക്ക് ഈ സ്പ്രെഡ്ഷീറ്റ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നാലാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഗ്രാഫ് ആൻഡ് ചാർട്ട് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ നമുക്ക് ഗ്രാഫ്, ചാർട്ടൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ അത് വരയ്ക്കാനും അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അതിൽ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ആറാമത്തെ ചാപ്റ്റർ ജിനു കാട്ട എന്ന് പറയും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ജിനു കാട്ട. നമ്മൾ ടാലിയൊക്കെ മുമ്പ് ചെയ്തിരുന്നു, അതേപോലെ തന്നെ ഉബുണ്ടുവിലൊരു വെർഷനാണ്, പുതിയ വെർഷനാണ്, ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ജിനു കാട്ട എന്ന് പറയുന്നത്. ഫൈനലി നമുക്ക് പഠിക്കാനുള്ള ഏഴാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ അക്കൗണ്ടിങ്. MS ആക്സസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ഉബുണ്ടുവിലുള്ള വെർഷനാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ അക്കൗണ്ടിങ്. അപ്പോൾ ഇതാണ് നമുക്ക് +2 അക്കൗണ്ടൻസിയിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അക്കൗണ്ടൻസിയിലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാവാനായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഒരു നോട്ട് തയ്യാറാക്കി അത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ കൃത്യമായ ഡേറ്റിന് തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. താങ്ക് യു.